ഇടുക്കി ഉപ്പുതറയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഉപ്പുതറ പട്ടത്തമ്പലം സജീവ്, ഭാര്യ, 2 മക്കൾ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക ബാധ്യതയാണ് മരണകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കട്ടപ്പനയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും കുറച്ചു നാളുകളായി വലിയ സമ്മർദ്ദം നേരിടേണ്ടി വന്നെന്ന് മരിച്ച സജീവന്റെ അച്ഛൻ പറഞ്ഞു. വൈകിട്ട് 4:30-യോടെയാണ് നാടിനെ നടുക്കിയ സംഭവം. ഉപ്പുതറ 9 ഏക്കറിൽ പട്ടത്തമ്പലം സജീവ് മോഹനൻ, ഭാര്യ രേഷ്മ, 4ഉം 6ഉം വയസ്സുള്ള ദിയ, ദേവൻ എന്നീ മക്കളെയുമാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സജീവന്റെ അമ്മ വൈകിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. ഉപ്പുതറയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന സജീവന്റെ ഓട്ടോറിക്ഷ 1 മാസം മുമ്പ് കട്ടപ്പനയിലുള്ള സ്വകാര്യ ഫിനാൻസ് സ്ഥാപനം പിടിച്ചെടുത്തിരുന്നു. 3 ലക്ഷം രൂപയിൽ 1 ലക്ഷത്തിലധികം രൂപ തിരിച്ചടച്ചെന്നും 2 തവണകൾ മാത്രമാണ് മുടങ്ങിയതെന്നും സജീവന്റെ അച്ഛൻ മോഹനൻ പറയുന്നു. കടുത്ത സമ്മർദ്ദം പണമിടപാട് സ്ഥാപനത്തിൽ നിന്നുണ്ടായെന്നും മോഹനൻ പറഞ്ഞു. വണ്ടിക്ക് ഫൈനാൻസ് 1,40,000 രൂപ അടച്ചിട്ടുണ്ട്. ബാക്കി സീറ്റ് കിടക്കുന്നത് മാസം 2 മാസത്തെ കുടിശ്ശിക വന്നിട്ട് അയാൾ വിളിച്ച് കണ്ടമാനം പേര് വിളിച്ച് ഏലപ്പാറക്കാരനതിൻ്റെ അവൻ വിളിച്ച് പേര് വിളിച്ച് എന്നെയും വിളിച്ച് പടിയ സമയത്ത് ഒരു 5-6 കോള് വിളിച്ചിട്ടുണ്ട് പേര് വിളിക്കാൻ ഭീഷണിപ്പെടുത്തുവാൻ ഞാനുണ്ടായി. 2 കുട്ടികളെയും കൊലപ്പെടുത്തി ഇരുവരും ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. പുറത്തുവന്ന സാമ്പത്തിക ബാധ്യതകൾക്ക് പുറമെ മറ്റു ബാധ്യതകളുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഫോറൻസിക് സംഘമടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തും. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ന്യൂസ് മലയാളം, ഇടുക്കി.